അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ബാഷാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഷെല്ല് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഷെല്ല്, കുറച്ച് ഷെല്ല് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ബാഷ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അതായത് ബാഷ് എന്ന് വെച്ചാൽ ഷെല്ല് തന്നെയാണ്. ബാഷ് ഇസ് ദ ഷെൽ ഓർ കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർപ്രെറ്റർ. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളൊരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർപ്രെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് ബാഷ്. അപ്പോൾ ഒരു ഗ്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ബാഷ് ഒരു കോമ്പാക്റ്റബിൾ ആണ് എച്ച് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബോൺ ഷെല്ലുമായിട്ട് ഈ ബാഷ് കോമ്പാക്റ്റബിൾ ആണ്. കോമ്പാക്റ്റബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഇൻ്റർപ്രെറ്റർ ആണ്. ബോൺ ഷെല്ലിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡ് ലാംഗ്വേജ് ഇൻ്റർപ്രെറ്റർ ആണ് ബാഷ്. അതേപോലെ തന്നെ കോൺഷെൽ KSHൻ്റെയും അതേപോലെ സീഷെൽ CSHൻ്റെയും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ബാഷ് സെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാഷ് എന്ന് വെച്ചാൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഏതൊരു ലാംഗ്വേജുമായിട്ടും ഈസിലി നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻ്റർപ്രെറ്ററാണ് ബാഷ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ബാഷാണ്. ബാഷിൻ്റെ അകത്തുള്ള കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് നമുക്കിനി നോക്കാനുള്ളത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അതായത് ബാഷ് സെല്ലിൻ്റെ അകത്തുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഈ ക്യാരക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാഷ് സെല്ലിനെ 2 ഡിഫറെൻറ്റ് വേസിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ഡിഫറെൻറ്റ് വേസിൽ ബാഷ് സെല്ലിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെല്ലിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കമാൻഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഷെല്ലിന് എന്തൊക്കെയാണ് പെർഫോം ചെയ്യാനുള്ളത് അടുത്തത് എന്നുള്ള ആ ഒരു കമാൻഡ്സ് കൊടുക്കുന്നത് ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ്റെ അകത്ത് പെർഫോം ചെയ്യേണ്ട ആക്ഷൻ എന്താണ് അല്ലെങ്കിൽ അതിന് വേണ്ട കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണം. ചിലപ്പോൾ നമുക്കൊരു ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ നമുക്കതൊരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ക്യാരക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ഇല്ലാതെ നമുക്ക് ആ ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫങ്ഷൻ അവിടെ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ ഫങ്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ബാഷ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണം നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഹോം ഡയറക്ടറി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ഹോം ഡയറക്ടറി ആവും അല്ലേ. അപ്പോൾ ആ ഡയറക്ടറീൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കമാൻഡ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ടിൽഡ് ഈസ് എ ഷോർട്ട് ഹാൻഡ് ഫോർ ഹോം ഡയറക്ടറി. അതായത് നമ്മളെ കീബോർഡിൻ്റെ അകത്ത് കാണുന്ന ടിൽഡ് എന്നുള്ള ഈ ഒരു സൈനാണ് നമ്മൾ ഹോം ഡയറക്ടറീൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ്. അതായത് നമുക്കിപ്പോൾ ഒരു കമാൻഡിൻ്റെ ആ ഡയറക്ടറീൻ്റെ കമാൻഡിൻ്റെ ഫുൾ പാത്ത് നെയിം നമുക്കിതിൽ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. അതായത് ആ ഹോം ഡയറക്ടറീൻ്റെ ഫുൾ പാത്ത് നെയിം നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു സിമ്പൽ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാം നമ്മളെ ഹോം ഡയറക്ടറിയിലേക്ക് നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അതായത് CD ഈ ടിൽഡ് സൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ തിരിച്ച് നമുക്ക് നമ്മുടെ ഹോം ഡയറക്ടറിയിലേക്ക് പോവാം. അപ്പോൾ അതിനാണ് ഈ ടിൽഡ് സൈൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടിൽഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കറണ്ട് ഡയറക്ടറിയാണ്. കറണ്ട് ഡയറക്ടറി എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ പീരീഡ് ഡോട്ട് റെപ്രസെൻറ്റ്സ് ദ കറണ്ട് ഡയറക്ടറി. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ കറണ്ട് ഡയറക്ടറി, നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്ടറി ഉണ്ടാവും അല്ലേ. അതിൻ്റെ അകത്ത് LS നമുക്ക് ലിസ്റ്റിങ്ങിന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം LS എന്ന്. അപ്പോൾ നമുക്ക് കറണ്ട് ഡയറക്ടറി എടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുക.
നമ്മളിപ്പോൾ എല്ലാ ഡയറക്ടറീൻ്റെ അകത്തും പോയി നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ls_a എന്ന് കൊടുത്താൽ നമുക്ക് ആ കറണ്ട് ഡയറക്ടറിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ആ കറണ്ട് ഡയറക്ടറിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം അതിനാണ് ഈ സിമ്പൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പാരൻറ്റ് ഡയറക്ടറിയാണ്. അപ്പോൾ പാരൻറ്റ് ഡയറക്ടറി എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ ആ ഇനീഷ്യൽ ഡയറക്ടറി, അതിനെയാണ് പാരൻറ്റ് ഡയറക്ടറി എന്ന് പറയുക അല്ലേ. അതായത് ഡബിൾ പീരീഡ് അല്ലെങ്കിൽ ഡബിൾ ഡോട്ട്, 2 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാരൻറ്റ് ഡയറക്ടറീനെ. അപ്പോൾ നമ്മൾ കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് പാരൻറ്റ് ഡയറക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പോവാം. അതായത് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ആ ഡയറക്ടറീൻ്റെ ട്രീൻ്റെ അകത്ത് ഇപ്പോൾ പാരൻറ്റ് ഡയറക്ടറി ഉണ്ടാവും, അതേപോലെ കറണ്ട് ഡയറക്ടറി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡയറക്ടറീസ് ഉണ്ടല്ലേ. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് cd.dot എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് ആ പാരൻറ്റ് ഡയറക്ടറിയിലേക്ക് നമുക്ക് പോവാം. പിന്നെ അടുത്തത് പാത്ത് ഡയറക്ടറി സെപ്പറേറ്റ് ആണ്. അതായത് നമുക്കൊരു ഡയറക്ടറിയുടെ പാത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കാം. അതായത് നമുക്ക് ഒരു ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്തിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്ഷൻസ്, ഒരു പാത്ത് നെയിമിൻ്റെ അകത്തുള്ള ഡയറക്ടറീസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറീൻ്റെ അകത്ത് തന്നെ വേറൊരു ഡയറക്ടറി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്ത് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ പാത്ത് ഡയറക്ടറി സെപ്പറേറ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ls_, അതായത് ഫോർവേഡ് സ്ലാഷ്, പിന്നെ ഒരു ഡയറക്ടറീൻ്റെ പേര്, അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള വേറൊരു ഡയറക്ടറി, അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഡയറക്ടറീൻ്റെ ഉള്ളിലത്തെ വേറൊരു ഡയറക്ടറീൻ്റെ പേര്, അതേപോലെ ആർച്ചീവ് എന്ന് കൊടുക്കുക. അതായത് ഏത് ഡയറക്ടറിയാണ് നമുക്ക് വേണ്ടത് ആ ഡയറക്ടറീൻ്റെ പേര് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് പാത്ത് ഡയറക്ടറി സെപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കമൻറ്റ് ഓർ ട്രിം സ്ട്രിങ്സ്. അതായത് നമുക്കൊരു സ്ട്രിങ്ങിനെ കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ട്രിം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് വേണ്ട എന്നുള്ള നമുക്ക് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണിത്, കമൻറ്റ് ഓർ ട്രിം സ്ട്രിങ്സ്. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഹാഷാണ്. അതായത് നമ്മൾ നമ്പർ സൈൻ ഹാഷില്ലേ, ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഹാഷ് എന്ന്. അപ്പോൾ അതാണ് നമ്മൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹാഷ് എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രിങ്ങിനെ, അല്ലെങ്കിൽ ആ ട്രിം ചെയ്യുക ആ സ്ട്രിങ്ങിനെ. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഷെൽ സ്ക്രിപ്റ്റ്സിൻ്റെ അകത്ത് ഈ കമാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷാണ്. അതായത് ഈ ബാഷ് ഷെല്ലിനെ മൊത്തമായിട്ട് അത് ഇഗ്നോർ ചെയ്യും.